ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിലെങ്ങനെ നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഹോം മെയ്ഡ് ബൂസ്റ്റാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ബൂസ്റ്റിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, എന്നാലും നമുക്ക് ബൂസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആട്ടപ്പൊടി ഒരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കല്ല, നല്ലോണം ഒന്ന് വറുക്കണം. പിന്നീട് അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ആട്ടപ്പൊടിക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എന്നുള്ള അളവിലാണ് ചേർക്കേണ്ടത്. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ചൂടുള്ള പാത്രത്തിലേക്ക് കോൺഫ്ലവർ പൊടി ഇടുമ്പോൾ അത് കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അത് നല്ലോണം ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ ഒടിച്ച് ഏകദേശം ഈ ഒരു പരുവമാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ അത് അവിടെ നിന്ന് മാറ്റി വെക്കുക, ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു അതേ പാത്രത്തിൽ തന്നെ പാത്രം ചൂടായ ശേഷം, ചട്ടി ചൂടായ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കടല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ആൽമണ്ടില്ലേ, ബദാം, അത് ചേർക്കാം. ഏതും നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക, വറുത്തെടുക്കുക. അത് വറുത്ത് കോരി മാറ്റിയ ശേഷം നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് അതേ ചട്ടിയിൽ തന്നെ പഞ്ചസാര, അതായത് കാരമൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര നമ്മൾ ഉരുക്കിയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തീ ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഉരുകാൻ തുടങ്ങും. അങ്ങനെ അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളത് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഒരു കട്ടിയായിട്ട് വെക്കും. 3 മിനിറ്റൊന്നും കഴിയണ്ട, അതിൻ്റെ മുന്നേ തന്നെ ആവും. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. ഉണ്ടാക്കിയിരുന്ന പാത്രം ചൂടാണെങ്കിൽ അത് കരിഞ്ഞു പോകാണ്ട് ഇതുകൊണ്ടാണ് മാറ്റി വെക്കാമെന്ന് പറയുന്നത്. കാരണം ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ചൂടാറാണ് വെച്ചിരിക്കുന്ന ആട്ടപ്പൊടിയും കോൺഫ്ലവറും മിക്സ് ചെയ്ത ആ വറവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കടല, കപ്പലണ്ടിയില്ലേ, അത്, ബദാം, ഏത് ചേർക്കുക, അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊക്കോ പൗഡർ നമ്മൾ ടീസ്പൂൺ കണക്കൊന്നുമില്ല, നമ്മൾ എത്രയാണോ എടുത്തത് അപ്പോൾ അതിൽ ആ കോഫിയുടെ കളറില്ലേ, അതായത് ബൂസ്റ്റിൻ്റെ കളറില്ലേ, ആ ഒരു കളർ കിട്ടാൻ എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പാൽപ്പൊടി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ഒറിജിനൽ ബൂസ്റ്റിൻ്റെ അതേ ഒരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് അതേ സ്മെല്ലുമാണ്. ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാൽ ബൂസ്റ്റിൻ്റെ ആ സെയിം ടേസ്റ്റ് അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ.